വടക്കഞ്ചേരി ഗ്രാമം തിരുവറ റോഡിന് ശാപമോക്ഷം. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചു. കഴിഞ്ഞ 5 വർഷത്തിലധികമായി തകർന്നു കിടക്കുന്ന ഗ്രാമം തിരുവറ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കാണ് പരിഹാരമായത്. റോഡിന്റെ ശോചനീയാവസ്ഥയെ ചൂണ്ടിക്കാണിച്ച ഗ്രാമവാസികളും റോഡിനെ ആശ്രയിക്കുന്നവരും നിരവധി തവണ പഞ്ചായത്ത് ഓഫീസിൽ ഉൾപ്പെടെ പരാതികൾ നൽകിയിട്ടും ഫലമുണ്ടായില്ല. പ്രദേശത്തെ പഞ്ചായത്തംഗം കോൺഗ്രസ് പ്രതിനിധിയാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്ത് മുൻകൈ എടുക്കുന്നില്ലെന്ന പരാതി വ്യാപകമായിരുന്നു. ഇതിനിടെ ജൽജീവൻ മിഷനുമായി ബന്ധപ്പെട്ട ചാലുകീറൽ നടത്തിയതോടെ റോഡിന്റെ ശോചനീയാവസ്ഥ കാൽനട യാത്രക്കാരെ ഉൾപ്പെടെ ബാധിച്ചു. തുടർന്നും കോൺഗ്രസിന്റെയും BJPയുടെയും നേതൃത്വത്തിൽ നിരവധി സമരങ്ങളും നടത്തിയിരുന്നു. ഗ്രാമപഞ്ചായത്ത് വിളിച്ചുകൂട്ടുന്ന ഗ്രാമസഭയെ ബഹിഷ്കരിച്ചും ഇടതൊഴികെയുള്ള രാഷ്ട്രീയ സംഘടനകളുടെ പ്രതിഷേധം ശക്തമാക്കിയും പ്രദേശവാസികൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചും പ്രതിഷേധിച്ചതോടെയാണ് ജനപ്രതിനിധികൾ ഫണ്ട് പാസാക്കിയത്. തുടർന്ന് MLA ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവയുടെ 10 ലക്ഷം രൂപ വീതവും ഉൾപ്പെടെ 40 ലക്ഷം രൂപയാണ് നിലവിൽ പദ്ധതിക്ക് വകയിരുത്തിയിരിക്കുന്നത്. ടൗൺ മാരിയമ്മൻ ക്ഷേത്രം മുതൽ തിരുവറ താണിക്കുണ്ട് ഭാഗം വരെയും ഗ്രാമത്തിലെ പെരുമാൾ കോവിൽ റോഡ്, സ്കൂൾ ഭാഗത്തേക്ക് കോൺക്രീറ്റിംഗ് കൂടാതെ കമ്മാന്തറ റോഡിലേക്ക് ബന്ധിപ്പിക്കുന്ന കൂരിക്കൽത്തറ റോഡുമാണ് നവീകരണ പ്രവൃത്തികളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മാർച്ച് മാസത്തിനകം പണി പൂർത്തിയാക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VJ ഹുസൈനാർ പറഞ്ഞു. വടക്കഞ്ചേരി ടൗൺ മുതൽ ഗ്രാമം ഇടം ഉൾപ്പെടെയുള്ള തിരുവറ വരെയുള്ള നമ്മുടെ പഞ്ചായത്തിൻ്റെ റോഡ് അതിൻ്റെ ശോചനീയാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് കുറച്ച് ദിവസം വൈകിയെങ്കിലും MLAയുടെ ഫണ്ടായി 20 ലക്ഷം രൂപ, അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ 10 ലക്ഷം രൂപ, അതുപോലെ ജില്ലാ പഞ്ചായത്തിൻ്റെ 10 ലക്ഷം രൂപ, അങ്ങനെ 40 ലക്ഷം രൂപ ഫണ്ട് വെച്ചുകൊണ്ട് അതിൻ്റെ പ്രവൃത്തി പൂർവാധികം ശക്തിയോടുകൂടി പഞ്ചായത്ത് അവിടുത്തെ ജനങ്ങളുടെ ശോചനീയാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ റോഡിൻ്റെ പണി അത്യാധികം പൂർവാധികം ഭംഗിയോടുകൂടി അതിൻ്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. ഏവർക്കും ഉപയോഗപ്രദമായ രീതിയിലുള്ള നല്ല റോഡാക്കി മാറ്റാൻ നമ്മുടെ പഞ്ചായത്തിൻ്റെ എല്ലാവിധ സഹായങ്ങളും അതിലുണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. റോഡിന് ശാപമോക്ഷം കിട്ടിയതിൻ്റെ ആശ്വാസത്തിലാണ് ഗ്രാമവാസികളും.